ഹലോ, ഇത് നമ്മുടെ ഒരു ഗ്രൗണ്ട് വർക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമുക്ക് നമ്മുടെ പ്ലാന്റ് വരുന്നത് ഗ്രൗണ്ട് വർക്കഡാണ്. ഇതിൻ്റെ കളറിൻ്റെ പേര് വരുന്നത് നമുക്ക് സാൽമോൺ ഡസ്റ്റ് എന്നാണ്. കുറേ ഗ്രൗണ്ട് വർക്കഡ് പലതരക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. സാൽമോൺ ഡസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. അപ്പം നമുക്കിത് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ എടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ 2-3 മുള ഇങ്ങനെ പൊട്ടിക്കണ്ടോന്നിട്ട് എനിക്കൊരു വീഡിയോ എടുക്കാൻ തോന്നി. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നല്ലൊരു ഗോൾഡിഷ് യെല്ലോയാണ് ഇതിൻ്റെ ഒരു ഫ്ലവറിൻ്റെ കളറ്. അപ്പോൾ ഇതിപ്പോൾ നമുക്കിപ്പോൾ ഒരു മദർ പ്ലാന്റ് ആയിരുന്നു. ഇതിപ്പോൾ ഒരു 2 കൊല്ലത്തിൽ കൂടുതലായി ഇപ്പോൾ ഈ ചട്ടിയിൽ തന്നെ ഇങ്ങനെ നിൽക്കണത്. ഇപ്പോഴാണ് ഇപ്പോൾ പ്ലാന്റ് എല്ലാം പോയി. ഇപ്പോൾ ഇവിടെ ഇതൊരു ബൾബുണ്ട്, വേറെ ബൾബ് അടിയിലുണ്ട്. അതിൽ നിന്നാണ് ഈ ഒരു പ്ലാന്റ് വന്നേക്കുന്നത്. ഇതൊരു ബൾബാണ്. ഇത് കൂടാണ്ട് 2-3 ബൾബ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ഞാൻ മാറ്റി നട്ട് അതും പോയി. ഇത് മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കണേ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് വേറൊരു സംഭവം വരുന്നതെന്ന് വെച്ചാൽ 2 തൈ ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇതൊരു തൈയാണ്, ഇതിൻ്റെ അപ്പുറത്തൊരു തൈയാണ് വരുന്നത്. മൊത്തം ഇപ്പോൾ 3 തൈയായി. ഇതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു ചെറിയൊരു പൊട്ട് കാണുന്നുണ്ടോ? ഇതാണ് ഈ പ്ലാന്റിൻ്റെ ഫ്ലവർ വരുന്നത്. ഇതൊരു ബഡാണ് വന്നത്. ഇപ്പോൾ ഒരു സ്പൈക്ക് ഇങ്ങനെ പൊങ്ങിയിട്ട് വരും. ഞാൻ കാണിച്ചു തരാം. എൻ്റെ വേറൊരു പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കാണിച്ചു. ഇതാണ് നമുക്ക് സ്പൈക്ക് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. നേരത്തെ ഒരു പ്ലാന്റ് കാണിച്ചതിൻ്റെ വേറൊരു പ്ലാന്റാണിത്. പ്ലാന്റിൽ ചെറുതായിട്ട് ഫംഗസൊക്കെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്ലവർ. വേറൊരു പ്ലാന്റിൻ്റെയാണ് ഫ്ലവർ കേട്ടോ. ഇത് നമുക്ക് ബിഗ് യെല്ലോ, ഗെയിൻഡ് യെല്ലോ എന്നൊക്കെ പറയും. ആ പ്ലാന്റാണ്. അതിൻ്റെ കളർ തന്നെ ഈ യെല്ലോയാണ് കേട്ടോ. പിന്നെ എനിക്കുള്ളത് റെഡ് ഉണ്ട്. റെഡ് തന്നെ 2 ടൈപ്പ് റെഡ് ഉണ്ട്. ഇത് നോർമൽ റെഡാണ്. പിന്നെ ഇത് ചില ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഈ ഐഡിയുടെ പേരെന്ന് വെച്ചാൽ സ്വീറ്റ് മൂൺ എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയ. ഇതും ഗ്രൗണ്ട് വർക്കിൽ പെട്ടതാണ് കേട്ടോ. ഗ്രൗണ്ട് വർക്കിലാണ് എനിക്ക് കൂടുതലുള്ളത്. പിന്നെ അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. ഇത് പിങ്ക് റെയിൻബോ, റെഡ് റെയിൻബോ എന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഇത് റെഡ് റെയിൻബോയും പിങ്ക് റെയിൻബോ എന്ന് പറഞ്ഞാൽ വേറൊരു പ്ലാന്റ് എൻ്റെ ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വന്നത് ഡെൻഡോർബത്തിൽ ഒരെണ്ണം വരുന്നുണ്ട്. ഇതിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയില്ല. ഇപ്പോൾ ബ്ലാക്ക് ഡയമണ്ട് എന്നൊക്കെ ഞാൻ പറയുന്ന ഒരു പേരാണ്. ഇത് നോക്കി കഴിഞ്ഞാൽ ബ്ലാക്ക് പോലെ തോന്നും. ഇതൊക്കെ എൻ്റെ ഗ്രൗണ്ട് വർക്കുകളാണ്. പക്ഷെ ഇതിനെന്തോ ഒരു ഫംഗസ് അടിച്ചിട്ടുണ്ട് ഈ ഇടയ്ക്ക്.